5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ യൂണിറ്റായ എ ലിറ്റിൽ എഫർട്ട് ലോട്ട് ഓഫ് വർക്ക്, ഇത്തിരി ശക്തി ഒത്തിരി ജോലി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൂട്ടുകാർ, ഈ ചിത്രമൊന്ന് നോക്കൂ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണയായി കണ്ടുവരുന്നൊരു കാഴ്ചയാണിത്, അല്ലേ? തേങ്ങ പൊളിച്ചുകൊണ്ടിരിക്കുന്ന പരമുചേട്ടനെ കണ്ടില്ലേ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയെല്ലാമാണ് സാധാരണ തേങ്ങ പൊളിക്കാറുള്ളത്? മഴ ഉപയോഗിച്ച്, വെട്ടുകത്തി ഉപയോഗിച്ച്, തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ച്. ഇവയിൽ ഏത് രീതിയാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്? തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ ജോലി തീരും, അല്ലേ? ജോലി എളുപ്പമാക്കുന്നത് കൊണ്ടല്ലേ ഈ ഉപകരണം നിങ്ങൾ തിരഞ്ഞെടുത്തത്? ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. നിങ്ങൾ വീട്ടിൽ വേറെയും ചില ലഘുയന്ത്രങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ചില ലഘുയന്ത്രങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. വിവിധ ജോലികൾ എളുപ്പമാക്കുന്ന, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ലഘുയന്ത്രങ്ങളാണിവ. ഇവയിൽ പലതും കൂട്ടുകാർക്ക് പരിചയമുള്ളവയാണ്, അല്ലേ? ചില ലഘുയന്ത്രങ്ങളും അവ എളുപ്പമാക്കുന്ന ജോലികളും നമുക്ക് നോക്കാം. ചുറ്റിക, ആണി ഇളക്കൽ. കത്രിക, കടലാസും തുണിയും മുറിക്കാൻ. നാരങ്ങ ഞെക്കി, നാരങ്ങ പിഴിയാൻ. ചവണ, തീരെ ചെറിയ സാധനങ്ങൾ എടുക്കാൻ. സിമ്പിൾ മെഷീൻസ്. ഹാമർ, ടാസ്ക് മെയ്ഡ് ഈസി ടു പ്ലഗ് എ നെയിൽ. സിസേഴ്സ്, ടു കട്ട് പേപ്പർ ഓർ ക്ലോത്ത്സ്. ലെമൺ സ്ക്വീസർ, ടു എക്സ്ട്രാക്ട് ലെമൺ ജ്യൂസ്. ഫോർസെപ്സ്, ടു പിക്ക് അപ്പ് സ്മോൾ തിങ്സ്. നമ്മൾ ലഘുയന്ത്രങ്ങൾ എന്നൊരു വാക്ക് പഠിച്ചു. എന്താണ് ലഘുയന്ത്രങ്ങൾ? ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. ഡിവൈസസ് ദാറ്റ് മേക്ക് എനി വർക്ക് ഈസിയർ ആർ നോൺ ആസ് സിമ്പിൾ മെഷീൻസ്. പാർക്കിൽ നമ്മൾ കളിക്കാറുള്ള ഒരു സീസോയുടെ ചിത്രമാണിത്. സീസോ എന്നാൽ മുകളിലേക്കും താഴേക്കും ചലിക്കുന്ന ബലമുള്ള ഒരു ദണ്ഡാണ്, അല്ലേ? വലിയ ഭാരങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ഡുകൾ നാം ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ഡിന് കഴിയുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാവുന്നത്. വി യൂസ് സ്ട്രോങ് റോഡ്സ് ടു ലിഫ്റ്റ് ഹെവി ലോഡ്സ് ആൻഡ് ദസ് റെഡ്യൂസ് അവർ എഫർട്ട്. ദിസ് ഈസ് പോസിബിൾ ബിക്കോസ് ദ റോഡ് ഈസ് ഫ്രീ ടു മൂവ് എബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ഇങ്ങനെ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത്. ലിവേഴ്സ്. ലിവേഴ്സ് ആർ റിജിഡ് റോഡ്സ് ദാറ്റ് ആർ ഫ്രീ ടു ടേൺ എബൌട്ട് എ ഫിക്സഡ് പോയിന്റ്. ലിവേഴ്സ് ആർ സിമ്പിൾ മെഷീൻസ് ബിക്കോസ് ദേ മേക്ക് അവർ വർക്ക് ഈസിയർ. ഇനി നമുക്ക് പുതിയ 3 വാക്കുകൾ കൂടി പഠിക്കാം. ധാരം അഥവാ ഫൽക്രം, യത്നം അഥവാ ഇഫർട്ട്, രോധം അഥവാ റെസിസ്റ്റൻസ്. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്ന ചിത്രം നോക്കൂ. ഇവിടെ പാരക്കോൽ ഒരു ഉത്തോലകമാണ്. പാരക്കോൽ അതിനു താഴെ വച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോഴല്ലേ വലിയ കല്ല് ഉയരുന്നത്. ഇങ്ങനെ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് ധാരം അഥവാ ഫൽക്രം എന്ന് വിളിക്കാം. നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം അഥവാ ഇഫർട്ട് എന്നു പറയുന്നു. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. The point about which a lever turns is called the fulcrum. The force we apply is called effort.
The resistive force that is overcome by the effort is called resistance. ഇതെല്ലാം നമുക്ക് വിശദമായി പഠിക്കാം. സീസോയുടെ ചിത്രം നോക്കൂ. ഏത് ബിന്ദുവിനെ ആധാരമാക്കിയാണോ സീസോ ചലിക്കുന്നത്, ആ ബിന്ദുവാണ് സീസോയുടെ ധാരം അഥവാ ഫൽക്രം. കത്രികയുടെ ചിത്രം നോക്കൂ. ഏത് ബിന്ദുവിനെ ആധാരമാക്കിയാണോ കത്രിക ചലിക്കുന്നത്, ആ ബിന്ദുവാണ് കത്രികയുടെ ധാരം അഥവാ ഫൽക്രം. ഇത് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കത്രികയിൽ എവിടെയാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, അതാണ് കത്രികയുടെ യത്നം അഥവാ ഇഫർട്ട്. അതും ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് ഒരു പ്രവർത്തനം നടക്കുന്ന ഭാഗമാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. കത്രികയുടെ രോധം ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സീസോയ്ക്കും രോധം, ധാരം, യത്നം എന്നിവയൊക്കെ ഇല്ലേ? നമുക്ക് നോക്കാം. സീസോയുടെ ധാരം എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? എവിടെയാണ് സീസോയുടെ യത്നം? പെൺകുട്ടി ഇരിക്കുന്ന ഭാഗം താഴ്ന്നിരിക്കുന്നതായി കാണുന്നുണ്ട് അല്ലേ? അവിടെ ബലം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് സീസോയുടെ യത്നം അഥവാ ഇഫർട്ട്. ഇങ്ങനെ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് എന്തു സംഭവിക്കുന്നു? മറുഭാഗം ഉയരുന്നു അല്ലേ? അതാണ് രോധം അഥവാ റെസിസ്റ്റൻസ്. സീസോ അങ്ങനെ തന്നെ ഇരിക്കുമോ? ഇല്ല അല്ലേ? ആൺകുട്ടി ബലം പ്രയോഗിക്കുമ്പോൾ ആൺകുട്ടി ഇരിക്കുന്ന ഭാഗം താഴുകയും പെൺകുട്ടി ഇരിക്കുന്ന ഭാഗം ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ആൺകുട്ടി ഇരിക്കുന്ന ഭാഗം യത്നവും പെൺകുട്ടി ഇരിക്കുന്ന ഭാഗം രോധവും ആയി മാറുന്നു. കത്രികയുടെ ചിത്രം നോക്കൂ. ഇവിടെ യത്നത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്നു. ഫൽക്രം ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. നമ്മൾ നാരങ്ങ പിഴിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണിത്. ഇതിൽ ധാരവും രോധവും യത്നവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കണ്ട ചിത്രത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടോ? അതെ, ഈ ചിത്രത്തിൽ ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്നു. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ഇഫർട്ട്. ചെറിയ സാധനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ചവണയുടെ ചിത്രമാണിത്. ഈ ചിത്രത്തിലും രോധം, യത്നം, ധാരം എന്നിവ അടയാളപ്പെടുത്തിയത് ശ്രദ്ധിക്കൂ. ധാരത്തിനും രോധത്തിനും ഇടയിൽ യത്നം വരുന്നു. ഇഫർട്ട് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്കൊരു പ്രവർത്തനം നോക്കാം. ചിത്രത്തിൽ സൂചിപ്പിച്ച ഉപകരണങ്ങളെ തരം തിരിക്കുക. ധാരം ഇടയിൽ വരുന്നവ: കട്ടിംഗ് പ്ലെയർ, പുല്ലുവെട്ടി, കത്രിക. രോധം ഇടയിൽ വരുന്നവ: പാക്കുവെട്ടി, നാരങ്ങാഞ്ഞെക്കി, പേപ്പർ കട്ടർ. യത്നം ഇടയിൽ വരുന്നവ: ഫോർസെപ്സ് അഥവാ ചവണ, കിച്ചൺ ഫോർസെപ്സ്, സ്റ്റാപ്ലർ. ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ധാരം, രോധം, യത്നം എന്നിവ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ക്ലാസിഫൈ ദ ഡിവൈസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. ഫൽക്രം കമ്മിങ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. കട്ടിംഗ് പ്ലെയർ, ഗ്രാസ് കട്ടർ, സിസേഴ്സ്. Resistance coming in between fulcrum and effort. Nutcracker, lemon squeezer, paper cutter. Effort coming in between fulcrum and resistance. Forceps, kitchen forceps, stapler. ധാരം മുതൽ യത്നം വരെയുള്ള നീളമാണ് യത്നഭുജം. The effort arm is the length from the fulcrum to the effort. ധാരം മുതൽ
രോധം വരെയുള്ള നീളമാണ് രോധഭുജം. The resistance arm is the length from the fulcrum to the resistance. സീസോയിൽ ആടുന്ന കുട്ടികളെ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ സീസോയിൽ വലിയ കുട്ടി നിഷ്പ്രയാസം ചെറിയ കുട്ടിയെ പൊക്കി നിർത്തിയിരിക്കുന്നു. രണ്ടാമത്തെ സീസോയിൽ 2 കുട്ടികൾ തുലനം ചെയ്ത് നിൽക്കുന്നു. മൂന്നാമത്തെ സീസോയിൽ ഒരു ചെറിയ കുട്ടി നിഷ്പ്രയാസം വലിയ കുട്ടിയെ ഉയർത്തിയത് കണ്ടില്ലേ? സീസോ ചലിക്കാൻ ആധാരമാക്കുന്ന കുറ്റിയും കുട്ടിയിരിക്കുന്ന സ്ഥാനവും നിരീക്ഷിച്ച് ഇതിൻ്റെ കാരണം കണ്ടെത്താം. എങ്ങനെയാണ് ചെറിയ കുട്ടിക്ക് വലിയ കുട്ടിയെ ഉയർത്താൻ കഴിഞ്ഞത് എന്ന് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു ഗോലി കൊണ്ട് 5 ഗോലി ഉയർത്താമോ? ആവശ്യമായ സാമഗ്രികൾ: വലിയ സ്കെയിൽ, ഒഴിഞ്ഞ 2 തീപ്പെട്ടിക്കൂടുകൾ, 6 ഗോലികൾ, പെൻസിൽ, ഡബിൾ സൈഡ് ഗം ടേപ്പ്. Can you lift 5 marbles using 1 marble? Materials required: a long ruler, 2 empty matchboxes, 6 marbles, a pencil and a double-sided gum tape. ഈ സാധനങ്ങൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ സീസോ തയ്യാറാക്കൂ. Make a seesaw as shown in the figure. ഈ സീസോയിൽ ഒരു ഭാഗത്ത് 1 ഗോലിയും മറുഭാഗത്ത് 5 ഗോലികളും വെക്കണം. Put 1 marble at one end and 5 marbles at another end. എന്നിട്ട് സ്കെയിൽ ആവശ്യാനുസരണം നീക്കി തുലനാവസ്ഥയിൽ നിർത്താൻ ശ്രമിക്കുക. സ്കെയിൽ വീണ്ടും നീക്കി 1 ഗോലി കൊണ്ട് 5 ഗോലികൾ ഉയർത്താൻ പറ്റുന്ന വിധം ക്രമീകരിക്കൂ. സ്കെയിൽ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ 1 ഗോലി കൊണ്ട് 5 ഗോലികൾ ഉയർത്താൻ സാധിക്കും. ഇവിടെ സ്കെയിൽ ഒരു ഉത്തോലകമായി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ വലിയ ഭാരത്തെ ചെറിയ ഭാരം കൊണ്ട് ഉയർത്താൻ കഴിഞ്ഞത്. Put a marble in one matchbox and 5 marbles in the other. Slide the ruler over the pencil as required to maintain balance. Slide the ruler again to a position so as to lift 5 marbles with 1 marble. Now the ruler acts as a lever so that a greater weight can be lifted using a smaller weight. ഇങ്ങനെ ലഘുയന്ത്രങ്ങളിൽ യത്നത്തിൻ്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് the position of the effort in simple machines. മറ്റൊരു പ്രവർത്തനത്തിലൂടെ ഇത് വിശദമാക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഭാരം കൂടിയ ആൾ എവിടെയിരിക്കണം? ഭാരം കുറഞ്ഞ ആൾ എവിടെയിരിക്കണം? Observe the picture. Where should the heaviest person and where should the low weight person be sit to play the seesaw? ഭാരം കൂടിയ ആൾ സീസോയുടെ മധ്യഭാഗത്തിന് അഥവാ ധാരത്തിന് അടുത്തായും ഭാരം കുറഞ്ഞ ആൾ സീസോയുടെ മധ്യഭാഗത്തു നിന്ന് പരമാവധി അകലത്തിലും അല്ലെങ്കിൽ സീസോയുടെ അറ്റത്തായും ഇരിക്കണം. എങ്കിൽ ഭാരം കുറഞ്ഞ ആൾക്ക് ഭാരം കൂടിയ ആളെ ഉയർത്താനാകും. To play the seesaw, the heaviest person should sit close to the middle point or fulcrum and the low weight person should sit far away or at the edge from the middle point. So the low weight person can lift the heaviest person. ഒരു ഉദാഹരണം കൂടി നോക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. സ്പൂണിൽ ഏത് ഭാഗത്ത് പിടിക്കുമ്പോഴാണ് എളുപ്പത്തിൽ ടിൻ തുറക്കാൻ കഴിയുന്നത്? Where
on the spoon should you hold in order to open the lid of a tin easily? മൂന്നാമത്തെ ചിത്രത്തിലേതുപോലെ സ്പൂണിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ച് അമർത്തിയാൽ എളുപ്പത്തിൽ ടിൻ തുറക്കാൻ സാധിക്കും. By holding and pressing the spoon at the top, we can lift the lid from a tin very easily. അപ്പോൾ ധാരം അഥവാ ഫൽക്രം, രോധം അഥവാ റെസിസ്റ്റൻസ്, യത്നം അഥവാ ഇഫർട്ട് എന്നിവ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.